എൻ്റെ ഹോബി എന്ത് എന്ന് ചോദിച്ചാൽ വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയും, വായിക്കുക എന്നുള്ളതാണ്. വായനയാണ്, റീഡിംഗ് ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സനാതന ധർമ്മ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ടല്ലോ വായിക്കാൻ. ഒരു ആയുസ് മൊത്തം വായിച്ചാലും തീരാത്ത അത്രയും ഗ്രന്ഥങ്ങളുണ്ട്. 6 ദർശനങ്ങൾ, അതിൻ്റെയൊക്കെ ദാർശനിക ആചാര്യന്മാർ ഉപജ്ഞാതാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ, ദാർശനിക ഗ്രന്ഥങ്ങൾ, ആസ്തികത്തിൽ വരുന്നത്, നാസ്തികത്തിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള വേദാന്ത ദർശനം, അതിൻ്റെ ഉപശാഖകളായിട്ടുള്ള അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, സിദ്ധാദ്വൈതം, അങ്ങനെ കിടക്കുന്നു നീണ്ട നിര. അദ്വൈതത്തിന് ആചാര്യനായിട്ടുള്ള ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ മതത്തെ, അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കുന്നതിനായിട്ട് എത്രയോ പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങൾ അതെല്ലാം എൻ്റെ കയ്യിൽ കളക്ഷൻ ആയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ഒട്ടുമിക്ക എല്ലാ പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്രകൃതികളും കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്ര കൃതികളുണ്ട്. അതുപോലെ മധ്വാചാര്യരുടെയും ഗ്രന്ഥങ്ങളുണ്ട്. വൈഷ്ണവ വരുന്ന ദ്വൈത, ശുദ്ധാദ്വൈത അങ്ങനെ വരുന്നത്. അതുപോലെ ഒരുപാട് ദർശനങ്ങളുണ്ടല്ലോ. ഷഡ്ദർശനങ്ങളൊക്കെ ദർശനങ്ങൾ പലതും പുസ്തകങ്ങൾ അവൈലബിൾ അല്ല. പിന്നെ മേടിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയുടെ പ്രശ്നമുണ്ട്. ചിലതൊക്കെ ഗൂഗിളിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ്. 108 ഉപനിഷത്തുക്കൾ, 2 ഇതിഹാസങ്ങൾ, പലതും ഗദ്യരൂപത്തിലുള്ളതും പദ്യരൂപത്തിലുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ 18 മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങളിൽ ചിലത്, അങ്ങനെ ഉണ്ട്. അത്യാവശ്യം ഗ്രന്ഥശേഖരം കയ്യിലുണ്ട്. അപ്പോൾ ഒരു ഓട്ടപ്രദക്ഷിണം പോലെ നമുക്കൊന്ന് കാണാം ഗ്രന്ഥശേഖരം. 1000-ൽ പരം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ കൈവശമുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പല ആൾക്കാർക്കും, ഫ്രീ ഓഫ് കോസ്റ്റിൽ താല്പര്യരായ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ പ്രശ്നങ്ങളും പരിമിതികളൊക്കെ ഗൃഹത്തിലുണ്ട്. ആ പരിമിതികൾ കൊണ്ടൊക്കെ ചില ഗ്രന്ഥങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. പിന്നെ സമയത്തിന്റെ പരിധികൾ, പണത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ ഗ്രന്ഥം വാങ്ങുന്നതിൽ നിന്നും അലട്ടുന്ന, ഒരു മനസ്സിനെ അലട്ടുന്ന പ്രശ്നം. ഈ സമയം വേണമല്ലോ, ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ പോരാ. ഇപ്പൊ കൈവശമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതും പല ആവർത്തികൾ വായിക്കാറുണ്ട്. കൂടുതൽ നോട്ടുകളാണ്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട് ഞാൻ. ഒരുപാട് ഫയൽസ് ഉണ്ട്. ഫയൽസിൽ നോട്ട്സ് എൻ്റെതായിട്ട് കിട്ടുന്ന ഇൻസൈറ്റ്സുകൾ എഴുതി കുറിച്ച് വെക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഒരുപാടുണ്ടാവും. ഒരു പുസ്തകമാക്കുന്നത്ര രീതിയിലുണ്ടാവും നോട്ട്സ്. അത് ഭഗവത്ഗീതയെ പറ്റിയും ഭാഗവതത്തെക്കുറിച്ചും പിന്നെ മനസ്സിൽ തോന്നുന്ന ഇൻസൈറ്റ്സുകൾ, ആധ്യാത്മിക വിഷയങ്ങളൊക്കെ വായിച്ച് വേദാന്തത്തിന്റെയും അദ്വൈതത്തിന്റെയും എല്ലാത്തിന്റെയും ദർശനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ കുറേ നോട്ട്സ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. A4 ഷീറ്റുകളായിട്ടും ബുക്കുകളായിട്ടും ഡയറികളായിട്ടും ഉണ്ട്. അതങ്ങനെ ഫയൽസിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഒറ്റ ഓട്ടത്തിൽ കാണാം. എന്റെ ഗൃഹത്തിലെ ഗ്രന്ഥശേഖരത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ്. പ്രധാന ഗ്രന്ഥങ്ങൾ ഓരോന്നായി പരിചയപ്പെടുത്തിയിട്ട് പല വീഡിയോസിലായിട്ട് ഇതിനോടകം ചെയ്തിട്ടുണ്ട്. കാണാത്തവര് സെർച്ച് ചെയ്ത് കാണുക. 4 വേദങ്ങള്, 2 ഇതിഹാസങ്ങള്, ഗദ്യ പദ്യ കിളിപ്പാട്ട് രൂപത്തിലുള്ളവയെല്ലാം ഉണ്ട്. 18 മഹാപുരാണങ്ങളുണ്ട്. ഉപപുരാണങ്ങളിൽ ചിലതൊക്കെയുണ്ട്. 108 ഉപനിഷത്തുക്കളുണ്ട്. ദശോപനിഷത്ത്, ശങ്കരഭാഷ്യങ്ങള്, മധ്വാചാര്യ ഭാഷ്യങ്ങളുണ്ട്. പ്രസ്ഥാനത്രയങ്ങളിൽ ബ്രഹ്മസൂത്രം, അതുപോലെ ഭഗവത്ഗീത 20-ലധികം എണ്ണമുണ്ട്. പല വ്യത്യസ്ത ഗീതാഭാഷ്യങ്ങൾ. ശങ്കരാചാര്യരുടെ 70ഓളം അദ്വൈത പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. വേദാന്ത പഠന ഗ്രന്ഥങ്ങളുണ്ട്. ശങ്കര, മധ്വാചാര്യർ, രാമാനുജാചാര്യർ, അങ്ങനെ രാമകൃഷ്ണൻ, വിവേകാനന്ദൻ, ശാരദാദേവി, രമണ മഹർഷി, പ്രഭുപാദർ, നാരായണഗുരു, ചട്ടമ്പിസ്വാമി തുടങ്ങിയ മഹാ ആചാര്യന്മാരുടെ ജീവചരിത്ര കൃതികൾ, അവരുടെ കൃതികൾ. ശങ്കരാചാര്യ ഭഗവത്പാദരുടെ സ്തോത്ര കൃതികളുണ്ട്. മധ്വാചാര്യരുടെ കൃതികൾ, അതുപോലെ താന്ത്രിക പൂജാ കൃതികളുണ്ട്. ക്ഷേത്ര തന്ത്ര കൃതികളെല്ലാം ഉണ്ട്. ഇസ്കോൺ സ്ഥാപകാചാര്യനായിട്ടുള്ള ഭക്തിവേദാന്ത സ്വാമി ശിവ പ്രഭുപാദരുടെ എല്ലാ കൃതികളും, മലയാളത്തിലുള്ള വിവർത്തനങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലുള്ളതുമുണ്ട്. ഭൗതികമായ വിഷയങ്ങൾ, പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ, ഭൂമി, സാമ്പത്തിക, അങ്ങനെയുള്ള ശാസ്ത്രകൃതികളുണ്ട്. ആയുർവേദ കൃതികൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള, ഭക്ഷണ രീതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. രോഗസംബന്ധമായിട്ടുള്ള അതിനുള്ള പരിഹാര മാർഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കൃതികളൊക്കെ ഉണ്ട്. ആയുർവേദ സംബന്ധമായിട്ട് നാച്ചുറോപ്പതി, ഓർത്തോപതി ഒക്കെ ആയിട്ട് സംബന്ധിച്ചത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷാ പഠന ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമർ ഗ്രന്ഥങ്ങൾ, അതിന്റെ ഒരു വീക്ക്നെസ് ആണ് ഗ്രാമർ പഠനം. പിന്നെ ഷഡ്ദർശന കൃതികൾ, അതിൽ എല്ലാം അവൈലബിൾ അല്ല. ചിലതൊക്കെ പ്രിന്റ് ഔട്ട്സ് എടുത്തിട്ട് ബുക്കിന്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അഷ്ടാംഗ യോഗകളെ പ്രതിപാദിക്കുന്ന
ഗ്രന്ഥങ്ങള്, ഷഡ്ചക്ര നിരൂപണ കൃതികള്, അതുപോലെ സൂത്രകൃതികള്, 30ഓളം വരുന്ന വിവിധ ഗീതകള്, രാമഗീത, ഗുരുഗീത തുടങ്ങിയ ഗീതകളെല്ലാം ഉണ്ട് കയ്യില്. സംസ്കൃത ഭാഷ പഠിക്കുന്നതിനായിട്ടുള്ള കൃതികള്, സംസ്കൃത ഭാഷയിൽ രചിച്ച ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ കൃതികളെല്ലാം ഉണ്ട്. അതുപോലെ ബൈബിള്, ഖുറാൻ തുടങ്ങിയ സെമറ്റിക് മതഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്തു, നബി തുടങ്ങിയ ജീവചരിത്ര കൃതികള്, അവരുടെയൊക്കെ ഉപദേശങ്ങൾ കൃതികള്, അങ്ങനത്തെ കൃതികളൊക്കെ ഉണ്ട്. ഇങ്ങനെ മോശമല്ലാത്ത വിപുലമായൊരു ഗ്രന്ഥശേഖരം തന്നെ ഉണ്ട് കയ്യിൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വായനയും പഠനവുമാണ് തിരക്കേറിയ എൻ്റെ ഈ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും വായനാദിന ആശംസകൾ നേരുന്നു.